സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഇന്ന് ആശാ വർക്കർമാരുടെ മഹാസംഗമം. വേതന വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് ആശാ വർക്കർമാരുടെ നിലപാട്. വിശദാംശങ്ങളുമായി ഗോകുൽനാഥ് ഒപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ആശാവർക്കർമാർ കുറേ ദിവസമായി സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വേതന വർധനവാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനിടയിൽ ഇന്നലെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. PSC അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായത്, അതിന് അംഗീകാരം കൊടുത്ത നിർദ്ദേശത്തിന് അംഗീകാരം കൊടുത്തതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതിനിടയിൽ ഈ പാവങ്ങളെ വീണ്ടും മറന്നു പോവുകയാണോ? സമരം ശക്തമാക്കിയാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഇവർക്ക് ലഭ്യമാകുമായിരിക്കുമോ? മോദി ഇതിൽ ശമ്പള പരിഷ്കരണം അത് 21,000 രൂപയായി ഉയർത്തുക എന്നുള്ളത് മാത്രമല്ല, മുൻ മാസങ്ങളിൽ അവർക്ക് കിട്ടാനുള്ള കുടിശ്ശിക തുകയുണ്ട്. 7,000 രൂപ മാത്രമാണ് ശമ്പളമായിട്ടുള്ളത്. ആ 7,000 രൂപ പോലും കഴിഞ്ഞ 2 മാസമായി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ പൈസ കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അതുകൂടാതെ 21,000 രൂപയായി ഓണറേറിയം ഉയർത്തുക, അതേപോലെ വിരമിക്കുന്ന സമയത്ത് 5 ലക്ഷം രൂപ അനുവദിക്കുക. സംസ്ഥാനത്ത് നിലവിൽ 26,000-ഓളം ആശാ വർക്കർമാരാണ്. 26,000-ഓളം ആശാ വർക്കർമാരുള്ളതിൽ ഇവർക്ക് വിരമിക്കുന്ന സമയത്ത് 5 ലക്ഷത്തോളം രൂപ നൽകുക, അതേപോലെ തന്നെ 21,000 രൂപയായി ഉയർത്തുക. ഓണറേറിയം നിലവിൽ കിട്ടാനുള്ള 2 മാസത്തെ തുക അടക്കം ഈ മാസത്തോടെ കൂട്ടി നൽകുക എന്നുള്ളതായിരുന്നു. മന്ത്രി പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 50 കോടിയോളം രൂപ അനുവദിച്ചു. അത് ഇന്നു മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ആ തുക കൊടുത്തു തുടങ്ങിയിട്ടുമില്ല. ഇന്നെന്തായാലും ഇവരുടെ മഹാസംഗമം നടക്കാനിരിക്കുകയാണ്. ഈ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു തുക കിട്ടുന്നുള്ളത്. ഇത്തവണ ബാങ്ക് വന്നോ പൈസ? ഇല്ല, വന്നിട്ടില്ല. ഇതുവരെയും വന്നിട്ടില്ല. ആർക്കെങ്കിലും വന്നതായിട്ട് അറിവുണ്ടോ? ഇല്ല. ഇതുവരെയും ഇല്ല. മന്ത്രിയുടെ വാക്ക് കേട്ട് കഴിഞ്ഞ ദിവസം സമരം നിർത്തിയിരുന്നെങ്കിൽ പെട്ടുപോയേനെ അല്ലേ? അതെ അതെ, അങ്ങനെയാണ് ഇവരെല്ലാം പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസത്തോടുകൂടി ഇന്നലെയോടുകൂടി ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തുക എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെയാണ് ഇവരുടെ ജീവിതം കടന്നു പോകുന്നത്. ഇന്നെന്തായാലും ഇത് 11ാം ദിവസമാണ്. 11ാം ദിവസത്തിൽ ഇത്തരത്തിൽ സമരം മുൻപോട്ട് പോകുമ്പോൾ ഇവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമായ ആവശ്യങ്ങളാണ്. ചേച്ചി, ഈ സമരവുമായിട്ട് മുൻപോട്ട് പോവുകയാണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ വെച്ച ഡിമാൻഡുകൾ വളരെ അടിസ്ഥാനപരമായ ഡിമാൻഡുകളാണ്. അത് അംഗീകരിക്കപ്പെടേണ്ടുന്ന ഡിമാൻഡുകളാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞത് ഇത് ഒരു അനാവശ്യ സമരമാണ്, കാരണം അങ്ങനെ കുറെ ആശങ്കകൾ മന്ത്രി പ്രകടിപ്പിക്കുന്നുണ്ടാണ്. അത് തുടക്കത്തിൽ പറഞ്ഞല്ലേ, പിന്നീട് ആ മന്ത്രി ഈ സമരം ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണല്ലോ മന്ത്രി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത്. അതോടെ പോയി. ആദ്യം ഈ ചർച്ച പരാജയമായിരുന്നു, പിന്നീട് ഈ പൈസ അനുവദിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസത്തോടു കൂടി അത് വരികയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് പൈസ അനുവദിച്ചത് 11ാം തീയതി ഓർഡറായി എന്ന് പറഞ്ഞു. മെനങ്ങാന്ന് പറഞ്ഞ എല്ലാവരുടെ അക്കൗണ്ടിൽ ഇന്നലെ വരുമെന്ന്. ഇതുവരെ ആരുടെയും അക്കൗണ്ടിൽ വന്നിട്ടില്ല. അത് നമ്മൾ ഉന്നയിച്ച ഒരു ഡിമാൻഡാണ് നമ്മുടെ ഈ ഓണറേറിയം കുടിശ്ശിക തീർക്കണം എന്നുള്ളത്. അത് നമ്മുടെ സമരത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇന്നലെ മിനിസ്റ്റർ പത്രദ്വാര നമ്മൾ അറിഞ്ഞത് പിന്നെ എന്താ ഇതിൻ്റെ കണ്ടീഷൻസ് എല്ലാം നിരുപാധികം ഒരു ഉപാധിയില്ലാതെ ഓണറേറിയം നൽകുന്നു. അതും നമ്മുടെ സമരത്തിൻ്റെ ഒരു വിജയമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. പക്ഷേ നമ്മൾ ഉന്നയിച്ച ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, പെൻഷൻ നൽകുക, ഓണറേറിയം എല്ലാ മാസവും കൃത്യമായിട്ട് നൽകുക 5ാം തീയതിക്ക്. ആ ഡിമാൻഡ് പെൻഡിങ് ആണ്. ആ വിഷയത്തിൽ മന്ത്രി അഭിപ്രായം പറയട്ടെ, അല്ലെങ്കിൽ സർക്കാർ അഭിപ്രായം പറയട്ടെ. നമ്മളിവിടെ വന്നിരിക്കുന്നത് 2-1 അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അത് നേടിയെടുത്തിട്ടേ പോകത്തുള്ളൂ. ഇതിന്റെ മേലെ മഹാസംഗമം നടക്കാൻ പോവുക. എത്രത്തോളം പേർ പങ്കെടുക്കും? ഒരു കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പങ്കെടുക്കാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുക. പക്ഷേ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള 100,000 ഉത്സിത ശ്രമങ്ങൾ ഇതിനകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണിയും എന്തിന് നമ്മുടെ ഡേറ്റ് മാറ്റിയെന്ന് വരെ ഇന്നലെ വലിയ പ്രചരണം നടത്തി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കുതന്ത്രങ്ങളെയും ഭീഷണികളെയും ഭരണപരമായി ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും അതിജീവിച്ചുകൊണ്ട് മാത്രമേ ആശാവർക്കർമാർ എന്തോ സമരത്തിൽ രാഷ്ട്രീയമുണ്ടെന്നൊക്കെ സമരത്തിനൊരു രാഷ്ട്രീയമുണ്ട്. അത് പണിയെടുക്കുന്നവൻ്റെ രാഷ്ട്രീയം, തൊഴിലാളിയുടെ രാഷ്ട്രീയം, കൂലി ചോദിച്ച് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം, അല്ലാതെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയമല്ല. ഒരു രാഷ്ട്രീയമുണ്ട്, അത് ഒന്നിച്ച് നിന്ന് പോരാടി നേടുന്നതിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. ഈ മാസം കൂടെ ശമ്പളം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ 3 മാസം കൂടി ചെയ്യാവൂല്ലേ? അല്ല, ശമ്പളം ഇപ്പോൾ അവർ എന്തായാലും പണി ചെയ്ത കാശ് തരണമല്ലോ. അത് ഇപ്പോൾ ഓർഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും.
മോത്തി ഇത് തന്നെയാണ്. കാരണം ഈ മാസം കൂടെ ലഭിച്ചില്ലെങ്കിൽ 3 മാസത്തെ കുടിശ്ശികയാകും ശമ്പളം. കഴിഞ്ഞ 2 മാസത്തെ കുടിശ്ശികയും ഈ മാസത്തെ കൂടെ ചേർത്ത് നൽകാമെന്നുള്ളതാണ് നിലവിൽ ഉത്തരവായിട്ടുള്ളത്. ആ തുക പോലും ഇക്കഴിഞ്ഞ ദിവസം ലഭിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെയും ആ തുക ലഭിച്ചിട്ടില്ല. എന്തായാലും വലിയ ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ 2 മാസത്തെയും ഈ മാസത്തെയും ശമ്പളമൊക്കെ പെൻഡിംഗ് ആയി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന് 50 കോടി രൂപയോളം അനുവദിച്ചു. പക്ഷേ ആ തുക ഇതുവരെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തി തുടങ്ങിയിട്ടില്ല. എന്തായാലും ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വാക്ക് കേട്ട് ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സമരമൊക്കെ മാറിപ്പോയത് അല്ലെങ്കിൽ പാളി. ഏതായാലും ആ വാക്ക് കേട്ട് പിരിഞ്ഞു പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് നമുക്കറിയില്ല.